ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇതൊരു സൺഡേ ആണ്. നമ്മൾ രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോയി, അതൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഓർത്തു. പപ്പ രാവിലെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. തേങ്ങ ചിരണ്ടുമാണ് ചമ്മന്തിക്കുള്ള. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ്. മമ്മി ഇതേ ദോശ ചുടുന്നു. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മീൻകറിയാണ് ചൂടാക്കാൻ വെച്ചേക്കുന്നത്, തലേ ദിവസത്തെ മീൻകറി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയുമാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇതുവഴി നടപ്പുണ്ട്. എനിക്കിനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നാട്ടിൽ. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുന്നേ ഓരോ ദിവസം ഓരോ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ലൈറ്റ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഇതാ മിന്നിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് എന്തോ ഒരു പോരായ്മയില്ലേ. അങ്ങനെ പപ്പായ്ക്ക് ഇതാ നല്ലൊരു കട്ടൻ കാപ്പി കൊടുത്തു. ഇവിടെ എല്ലാവർക്കും കട്ടൻ കാപ്പി ഇഷ്ടമാണ്. പിന്നെ ഇതാ ഇന്നത്തെ ക്ലൈമറ്റ് നോക്കൂ. മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. വലിയ ചൂടൊന്നുമില്ല. പിന്നെ അതേ ഞാൻ ചൂലെടുത്തു, ഫുള്ളൊന്ന് തൂത്തുവാരി. അത് കഴിഞ്ഞ് ദോശ ചൂടൽ ഞാൻ ഏറ്റുവാങ്ങി. മമ്മി അപ്പം ചമ്മന്തി അരയ്ക്കാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാൻ പോയി. അപ്പം ഞാൻ ഓർത്തു ബാക്കി ദോശയൊക്കെ ഞാൻ എന്നാൽ ചുട്ടെടുക്കാമെന്ന്. അങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തേങ്ങാ ചമ്മന്തിയാണിന്ന്. അതാ പപ്പ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. യൂട്യൂബിലിടും, ഞാൻ ഫേമസ് ആക്കും. ഇതാ അങ്ങനെ മമ്മി ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരി മുളകാണ് ചേർക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചമ്മന്തി അരയ്ക്കുമ്പോഴത്തേക്കും മുളക് പൊടിക്ക് പകരം കാന്താരി മുളക് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് സാധാരണ പോലെ കടുകെല്ലാം പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ ഇത് നമ്മുടെ കാലാവസ്ഥ കണ്ടോ, നല്ല ഭംഗിയില്ലേ. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പപ്പ ഒരു പാഷൻ ഫ്രൂട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ പാഷൻ ഫ്രൂട്ട് ചെടിയുണ്ട്, അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഓരോന്നൊക്കെ കിട്ടും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മുടെ അടിപൊളി ദോശയും ചട്നിയൊക്കെയാണ് ഇന്ന്. ഞങ്ങൾ 3 പേരോടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഇത് മമ്മിയുടെ മീൻകുട്ടിയാണ്, അവൾക്കുള്ള തീറ്റയും കൊടുത്തു. പിന്നെ ഞാൻ ചുമ്മാ മുറ്റത്തേക്ക് ഇറങ്ങി. മഴ പെയ്യും തോന്നുന്നു, എന്നാലും ചുമ്മാ അതുവഴിയൊക്കെ ഒന്ന് നടക്കാമെന്ന് ഓർത്തു. ഇത് കണ്ടോ, നമ്മുടെ മുല്ലയാണിത്. ഇത് സാധാരണ ഏപ്രിൽ മെയ് മാസത്തിലല്ലേ മുല്ലപ്പൂ ഉണ്ടാകാറ്. ഇത് പക്ഷേ എപ്പോഴും അതിൽ പൂ കാണുമെന്ന് മമ്മി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ മുറ്റത്തോടൊക്കെ ഒന്ന് നടക്കുകയാണ്. എൻ്റെ കൊക്കോ മരമാണ് നിൽക്കുന്നത്. എനിക്ക് കൊക്കോക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം മമ്മിയുടെ ചെടികളാണ് കേട്ടോ. മമ്മി ഇങ്ങനെ എവിടുന്നേലുമൊക്കെ വാങ്ങിച്ചും പിന്നെ വീടുകളിൽ നിന്നൊക്കെ ഓരോ തൈകളൊക്കെ കിട്ടി അങ്ങനെയൊക്കെ ഫുള്ള് നട്ടുപിടിപ്പിച്ചാണ് ഓരോ ചെടികളൊക്കെ. അങ്ങനെ ഇതാ എൻ്റെ വീട്. മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി. പക്ഷെ എന്നാലും ഞാനും പപ്പായും കൂടെ തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അത്യാവശ്യമുള്ള തുണികളൊക്കെ കഴുകിയിടാമെന്ന് ഓർത്തു. പപ്പയുടെ യൂണിഫോമൊക്കെ ഉണ്ട് അതിൽ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജാതിക്കയില്ലേ, ജാതിക്കയുടെ മൊട്ടാണിത്. ഇത് ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാതിക്കയുടെ തൊണ്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിലെ ഞങ്ങൾ ഇത് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കുമായിരുന്നു, നമ്മുടെ ജാതിക്കയുടെ തൊണ്ട്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു മൊട്ട് ഞാൻ എടുത്ത് ചവച്ച് നോക്കിയത്, എനിക്കിഷ്ടമാണ് കഴിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ പഴയ ഷൂസ് ഉണ്ടായിരുന്നു, അത് പപ്പായോട് ഞാൻ ചോദിച്ചൊന്ന് കഴുകി തരാമോ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കഴുകാൻ നോക്കി, പക്ഷെ അത് അങ്ങോട്ട് റെഡി ആവുന്നില്ലായിരുന്നു. പിന്നെ പപ്പ കഴുകി തരുന്ന ഡ്രസ്സെല്ലാം ഞാൻ കൊണ്ട് വെയിലത്ത് വിരിച്ചിടുവാണ്. മഴ പെയ്യും തോന്നുന്നു, എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ആയ കാരണം അതെല്ലാം കഴുകിയിടുകയാണ്. വലിയ ചൂടില്ല, എന്നാലും വെയിലും മഴയും എല്ലാം കൂടെയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ഈ ദിവസം. പിന്നെ ഞാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല, എനിക്ക് ഷൂ അങ്ങോട്ട് വെളുക്കുന്നില്ല. പിന്നെ ഞാൻ പപ്പയുടെ തന്നെ കൊടുത്തു. പപ്പ അപ്പം നല്ല ശക്തിയിൽ അതിങ്ങനെ ഉറച്ചൊക്കെ കഴുകി തരുന്നുണ്ട്. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം കുറേ വർഷം ഉപയോഗിക്കാണ്ടൊക്കെ കിടന്ന ഒരു ഷൂസാണ്. എന്തായാലും നോക്കാമെന്നുള്ള രീതിയിലൊന്ന് കഴുകിയെടുക്കാൻ നോക്കി. അതൊക്കെ കഴിഞ്ഞ് ഒരു ഗ്രീൻ ടീ കുടിക്കാൻ ഓർത്തു. ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം പാഷൻ ഫ്രൂട്ട് ഞാൻ എടുത്തു. ഒരെണ്ണം മമ്മിക്കും കൊടുത്തു, ഒരെണ്ണം ഞാനും എടുത്തു. ഇതിൽ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടാണ് കഴിക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ക്രിക്കറ്റ് കാണുകയാണ്. പപ്പ ഭയങ്കര ക്രിക്കറ്റ് ഫാനാണ്. സോ ഞാനും അതിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പായ്ക്കൊരു കല്യാണമുണ്ട്, ആൾ പോകാൻ റെഡിയായി. ഞാനൊരു കാർ ഫ്രഷ്നർ മേടിച്ചായിരുന്നു. അതപ്പോൾ പപ്പയുടെ കാറിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പപ്പ അങ്ങനെ കല്യാണത്തിന് പോയി. പാലായിലാണ് കല്യാണം. അപ്പം ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനും മമ്മിയേ ഉള്ളൂ വീട്ടിൽ. ശേഷം ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി
നല്ലോണം കുളിച്ചു. നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഡെയിലി കുളിക്കാൻ എന്തോ പ്രത്യേക ഒരു സന്തോഷമാണ്. അത് കഴിഞ്ഞപ്പം നമ്മുടെ ഉച്ചയൂണിൻ്റെ സമയമായി. ചോറ്, മീൻകറി, പയർ, മീൻ വറുത്തത്, പിന്നെ ലൂബിക്ക ഉപ്പിലിട്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ ഊണ്. ഇപ്പം നല്ല വെയിലായില്ലേ, മുന്നത്തെ കാലാവസ്ഥയൊക്കെ മാറി. അത് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം റെസ്റ്റാണ്. ഞങ്ങൾ ചുമ്മാ കിടന്നു. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും പപ്പയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ സിസ്റ്ററിനെയും കൂട്ടി പുറത്തു പോയി ഡിന്നർ കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മുടെ കറുകച്ചാൽ അളകാപുരി റെസ്റ്റോറൻറ്റിലാണ് പോകുന്ന വഴിക്ക് അത് നമ്മുടെ പള്ളിയാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി രാത്രിയായില്ല. നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം നമ്മൾ പതുക്കെ നമ്മുടെ കാറിൽ പോയിട്ടുണ്ട്. പപ്പ അന്നേരം കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അളകാപുരി റെസ്റ്റോറൻറ്റിലെത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നും ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു പോകുന്നത്. അവിടെ പോയി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് എന്താണ് കഴിക്കേണ്ടതെന്നൊക്കെ. ഒത്തിരി ഫുഡ് മേടിച്ച് വേസ്റ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എന്തായാലും ഷെയർ ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാമെന്ന് ഓർത്തു. പിന്നെ ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തുള്ളൂ. അതിന് മുന്നേ തന്നെ നമ്മുടെ ഫുഡ് കിട്ടി. ചപ്പാത്തി, പനീർ കറി, പിന്നെ ഒരു ഷെസ്വാൻ നൂഡിൽസ് ചിക്കൻ്റെ, പിന്നെ കപ്പ ബിരിയാണി. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് തന്നെ ധാരാളമായിരുന്നു. മമ്മി ഫിഷും ചിക്കനും അല്ലാണ്ട് വേറെ നോൺ വെജ് ഒന്നും കഴിക്കൂല. ലൈക്ക് ബീഫ് അതൊന്നും കഴിക്കൂല, അലർജിക്കാണ്. പിന്നെ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ്. ഞാൻ വിത്തൗട്ട് ഷുഗർ പറഞ്ഞത്, എന്നാലും അത്യാവശ്യം മധുരമുള്ള ഒരു ജ്യൂസായിരുന്നു. ഇതാണ് അളകാപുരി റെസ്റ്റോറൻറ്റ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്തു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. പിന്നെ സിസ്റ്ററിനെ വീട്ടിൽ കൊണ്ടുവിട്ടു. പിന്നെ നമ്മളും തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു സൺഡേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.